സോ ഓക്കെ, നമ്മൾ ഈ എ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അതായത് ഈ ട്രിഗണോമെട്രിക് ഫങ്ഷൻസുകൾ ലോഗരിതമിക് ഫങ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്, അതുപോലെ തന്നെ നമ്പേഴ്സ് അങ്ങനെ പൈ 1 2 3 1/2 1/3 0.00005 അങ്ങനെയുള്ള ഏത് റിയൽ നമ്പേഴ്സ് ആയാലും അവർക്ക് ഡയമെൻഷൻസ് ഇല്ല. ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അവർക്ക് ഡയമെൻഷൻസ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്നുള്ളതാണ്. സോ അവർക്ക് ഡയമെൻഷൻസ് ഇല്ല. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ ടൂൾ പഠിച്ചല്ലോ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ് ലെങ്ത് ടൈം എന്ന് പറയുന്ന ടൂളാണ്. സോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മറ്റുള്ള ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് കണ്ടെത്തുക? നമുക്കറിയാം വേറെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഒരുപാടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുകളുടെ ഡയമെൻഷൻസ് എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. അത് ഏരിയയുടെ ഫോർമുലയാണ്. സർക്കിൾ ഇത് ഏത് ഏരിയയുടെ ഫോർമുലയാണ്? റെക്റ്റാങ്കിളിൻ്റെ ഫോർമുലയാണ്. πr². അത് സർക്കിളിൻ്റെതാണ്. ഹാഫ് BH അത് ട്രയാങ്കിളിൻ്റെതാണ്. അങ്ങനെ ഒരുപാട് ഫിഗേഴ്സിൻ്റെ ഏരിയാസ്, ഒരുപാട് ജോമെട്രിയുടെ ഏരിയകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെയിനാണ് ഞാനിപ്പോൾ ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ഏരിയ എടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ നോക്കാം. അതായത് നമ്മൾ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് വെച്ചിട്ട് കാണാം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ഫോർമുല വെച്ച് എങ്ങനെ കാണാമെന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് ഇതിന് ഞാൻ എക്സാമ്പിൾ റെക്റ്റാങ്കിളിൽ എടുക്കണം. റെക്റ്റാങ്കിളിൻ്റെത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താ? L. അപ്പോൾ L. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസിൻ്റെ അവിടെ നമ്മൾ എഴുതുമ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ആണ്. L ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? അതുപോലെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട ടേമല്ലേ, ലെങ്ത് അല്ലേ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ലെങ്ത് അല്ലേ സംഭവം. അപ്പോൾ ബ്രെഡ്ത്ത്, അപ്പോൾ L ഇൻറ്റു L എന്താ വരിക? L². അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ അങ്ങനെ L² എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇനി വോളിയം നോക്കാം. വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഞാൻ സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കുകയാണ്. ഒരു ക്യൂബിൻ്റെ വോളിയമാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോണിൻ്റെ വോളിയം എന്തായാലും എടുക്കാം. ഓക്കെ, അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് നോക്കാം. L എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഓക്കെ, ഒരു ദൂരം. ഓക്കെ, അതൊരു ലെങ്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ആണ്. L ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞതാണ്, അതും ഒരു ലെങ്ത് ആണ്. അപ്പോൾ L ഇൻറ്റു അപ്പോൾ 2 L ഇൻറ്റു ഹൈറ്റ്, അതും ഒരു ലെങ്ത് തന്നെയല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് അല്ലേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ L ഇൻറ്റു എന്താ വരിക? L³ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് എന്താ വരുന്നത്? L³ ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻസ് ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ വെച്ച് മാത്രമല്ല പറഞ്ഞത്, നമുക്ക് സർക്കിൾ വെച്ച് കണ്ടുകൂടെ? ഓക്കെ, സർക്കിൾ വെച്ച് നിങ്ങൾക്ക് കാണാം. സർക്കിളിൻ്റെ ഫോർമുല എന്താണ്? πr² ആണ്. ഇതിൽ പൈക്ക് ഡയമെൻഷൻസ് ഇല്ല. നമ്മൾ പൈ ഒരു നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. r². r എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലെങ്ത് ആണ്. ഓക്കെ, ഒരു ലെങ്ത്തുമായി ബന്ധപ്പെട്ട ടേം ലെങ്ത് ആണ്. ഓക്കെ, കാരണം സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്നതല്ലേ റേഡിയസ് എന്ന് പറഞ്ഞാൽ. സോ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന എല്ലാ സംഭവവും നമ്മൾ ലെങ്ത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇപ്പോൾ ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്നതാണ്. സോ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന എല്ലാ സംഭവത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ പഠിച്ചാൽ മതി. സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന എല്ലാ സംഭവത്തിലും നമ്മൾ ലെങ്ത്തിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയയിൽ നമ്മൾ സർക്കിളിൽ നോക്കുമ്പോൾ πr². പൈക്ക് ഡയമെൻഷൻസ് ഇല്ല, അത് പോയി. r². r റേഡിയസ് ആണ്, സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും റേഡിയസ്. അപ്പോൾ റേഡിയസിൻ്റെ ഡയമെൻഷൻ r ആണ്, r² ആണ്. r ഇൻറ്റു ആണ്. അപ്പോൾ L ഇൻറ്റു L² ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L². അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഏത് ഏരിയ വന്നാലും അതിൻ്റെ എന്താ വരിക? L² തന്നെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ട്രയാങ്കിൾ എടുക്കുക. അപ്പോൾ ട്രയാങ്കിൾ ഏരിയ അതിലെടുക്കണം. അതിൽ ഹാഫ് BH ആണ് വരുന്നത്. അപ്പോൾ ഹാഫ് നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. പിന്നെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ L ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ L ഇൻറ്റു എന്താ വരിക? L² ആണ് വരിക. സോ അതിൻ്റെ ഡയമെൻഷൻ L² ആണ് എഴുതാൻ വേണ്ടി പറ്റുമെന്നതാണ്. സോ
മനസ്സിലായെന്ന് വിചാരിക്കാം. വോളിയം ഞാനിവിടെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കോണിന്റെ വോളിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടെത്താം. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ കോണിന്റെ വോളിയം നിങ്ങൾക്ക് അതുപോലെ കണ്ടെത്താം. എങ്ങനെ 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. 1/3ക്ക് ഡയമെൻഷൻസ് ഇല്ല, പൈക്ക് നമ്പറാണ്, അതിനും ഡയമെൻഷൻസ് ഇല്ല. ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ആറിന് ഡയമെൻഷൻ ഉണ്ട്, സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. സോ എൽ ആണ്. അപ്പോൾ എൽ സ്ക്വയർ ഇൻറ്റു എച്ച്, അതും സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. സോ എൽ. അപ്പോൾ ആർ സ്ക്വയറിലെ അവിടെ എൽ സ്ക്വയർ, എച്ചിൻ്റെ എൽ. സോ എൽ സ്ക്വയർ ഇൻറ്റു എൽ ക്യൂബാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. സോ ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഡെൻസിറ്റിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഏരിയയുടെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്തത് ശ്രദ്ധിക്കുക. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻസ് അങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടെത്താൻ പറ്റും. കാരണം അതൊരു ഞാൻ പറഞ്ഞ ഒരു കുറച്ച് ടൂൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നത്. കുറേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ മാസിന്റെ ഡയമെൻഷൻ എന്ത് കൊടുത്തു, മാസിന്റെ ഡയമെൻഷൻ എം ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട്. വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്, എൽ ക്യൂബാണ്. അപ്പോൾ എം ബൈ എൽ ക്യൂബാണ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിൽ എം ഡിവൈഡഡ് ബൈ എൽ ക്യൂബാണ്. ഡയമെൻഷൻസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. എൽ ക്യൂബാണ്. അപ്പോൾ 1/L ക്യൂബ്, എം ബൈ എൽ ക്യൂബാണ്. അപ്പോൾ എൽ ക്യൂബിൻ്റെത് എൽ ക്യൂബ് ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ എന്താ വരിക, എൽ ക്യൂബ് റേസ് ടു -3 എന്ന് വരും. അപ്പോൾ 1/10 എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, 10 റേസ് ടു -1 എന്ന് എഴുതാം. 1/10 സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം, 10 റേസ് ടു -2 എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എൽ ക്യൂബ് എന്നുള്ളതിന് എന്താണ്, എം ബൈ എൽ ക്യൂബ് എന്നുള്ളതിൽ എൽ ക്യൂബിനെ മുകളിൽ കൊണ്ടുപോയാൽ എൽ റേസ് ടു -3 എന്ന് നമുക്ക് എഴുതാം. സോ ഇത് വെച്ച് നമുക്ക് ഇതിന്റെ യൂണിറ്റും കിട്ടും കേട്ടോ. ഡെൻസിറ്റി യൂണിറ്റ് എന്താ വരിക, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്, kg/m³ ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് നോക്കാം. അടുത്ത ക്വാണ്ടിറ്റി നമ്മൾ സ്പീഡാണ്. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ വരിക, എല്ലാണ്. ടൈമിന്റെ ഡയമെൻഷൻസ് എന്താ വരിക, ടി ആണ്. അപ്പോൾ L/T. ആ ടി മേലെ പോകുമ്പോൾ LT റേസ് ടു -1. ഇങ്ങനെ എഴുതണമെന്ന്, അതായത് LT റേസ് -1 എന്ന് എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എഴുതുന്നത് നല്ലതാണ്. കാരണം കുറച്ചൊക്കെ മാത്തമാറ്റിക്സ് ഒക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ L/T എന്ന് തന്നെ ഇട്ടാൽ മതി, പക്ഷെ LT റേസ് -1 എഴുതുന്നതാണ് കുറച്ചും കൂടി വൃത്തി. ഓക്കെ, അപ്പോൾ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. മീറ്റർ/സെക്കൻഡ് യൂണിറ്റ് എങ്ങനെ വന്നത്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്, അതിന് നമ്മൾ മീറ്റർ/സെക്കൻഡ് എന്ന് പറയട്ടോ. അങ്ങനെ ഡിവൈഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ പെർ എന്ന് പറയും. ഇപ്പം മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. അടുത്ത ക്വാണ്ടിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നതാണ്. നമ്മൾ മുകളിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻസ്, ലെവലിൽ സ്പീഡിന്റെ ഡയമെൻഷൻസ് ആണ് പഠിച്ചിരുന്നത്. ഓക്കെ, നമുക്കിവിടെ വെലോസിറ്റി ഡയമെൻഷൻ ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്താ വരുന്നത്, എല്ലാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻസ് എന്താ വരുന്നത്, ടൈമിന്റെ ഡയമെൻഷൻ എന്താ വരുന്നത്, ടി ആണ്. സോ നമുക്ക് ഈ ടീനെ മേലെ കൊണ്ടുപോയി നമുക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റ് LT റേസ് ടു -1. ഓക്കെ, മൊത്തത്തിൽ ഒരൊറ്റ സ്ക്വയർ ബ്രാക്കറ്റ് T റേസ് ടു -1. സോ വെലോസിറ്റി ഡയമെൻഷനും സ്പീഡും ഡയമെൻഷനും ഇപ്പോൾ ഒരേപോലെ അല്ലേ വന്നത്. അപ്പം അങ്ങനെ ചില ക്വാണ്ടിറ്റികൾ ഉണ്ട്, അവരുടെ ഡയമെൻഷൻ ഒരേപോലെ നമുക്ക് കിട്ടുന്ന ചില ക്വാണ്ടിറ്റികൾ ഉണ്ട് കേട്ടോ. സോ നമുക്ക് അടുത്ത ആക്സിലറേഷന്റെ ഫോർമുല. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ മുകളിൽ പഠിച്ചു. വെലോസിറ്റി ഡയമെൻഷൻ എന്താ വരുക, LT റേസ് ടു -1 ആണ്. സോ LT റേസ് ടു -1 ഡിവൈഡഡ് ബൈ ടൈം. ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. ടി മേലെ പോകുമ്പോൾ LT റേസ് ടു -2 ആണ് ഇത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ വെലോസിറ്റിയുടെ യൂണിറ്റും മീറ്റർ/സെക്കൻഡ് തന്നെയാണ് കേട്ടോ. കാരണം ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ്. മീറ്റർ/സെക്കൻഡ് എന്നാണ് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, എഴുതുമ്പോൾ മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതുമെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം, I സ്ക്വയറിന് മേലെ കൊണ്ടുപോയാൽ -2 ആയി പോകും.
എസ് റേസ് ടു മൈനസ് 2 എന്നുള്ളതാണ് വരിക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ക്വാണ്ടിറ്റി ഫോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഫോഴ്സിന്റെ ഫോർമുല എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നതാണ്. അത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നതാണ്. ഓക്കെ, അപ്പൊ എം ഇൻറ്റു എ. അപ്പൊ നമ്മളിത് ഇതെങ്ങനെ കണ്ടെത്തുന്ന ഫോഴ്സിന്റെ ഡയമെൻഷൻ കണ്ടെത്തുക? എം. മാസിന്റെ ഡയമെൻഷൻ എന്താ വരിക? എം. ആക്സിലറേഷന്റെ ഡയമെൻഷനോ എൽ ടി റേസ് ടു മൈനസ് 2. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. സോ എൽ ടി റേസ് ടു മൈനസ് 2. അപ്പൊ എമ്മിന്റെ എൽ ടി റേസ് ടു മൈനസ് വരുമ്പോൾ ജസ്റ്റ് ചേർത്ത് എഴുതിയാൽ മതി എം ബൈ ടി റേസ് ടു മൈനസ് 2. സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, നിർബന്ധമാണ്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് പറയാം. മാസ് എഫ് ഫിസിക്കൽ എം ഇൻറ്റു ആണ്. എമ്മിന്റെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്നിൽ റെപ്രസെന്റ് ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാലും ന്യൂട്ടൺ ആണ്. ഈ എൻ ക്യാപിറ്റൽ ലെറ്റർ ഇടണം. കാരണം എന്താ? ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. നമ്മൾ നേരത്തെ കെൽവിൻ പഠിച്ചിട്ടുണ്ട്, അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. ആംബിയർ, അതും ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പൊ സയന്റിസ്റ്റിന്റെ പേര് വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ ഇടണം, അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ വർക്ക് അടുത്തടുത്ത് ക്വാണ്ടിറ്റി നമ്മൾ വർക്കാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നോക്കാം, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നതാണ്. അത് നിങ്ങൾ പഠിക്കും, വർക്ക് എനർജി തിയറത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എല്ലായിടത്തും തന്നെ ഒരു കാര്യം ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തന്നെ ഇരിക്കാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഫോർമുല പറഞ്ഞുതരാം. നമ്മളിതിങ്ങനെ ഇതെങ്ങനെ ആ ടൂൾ ഡയമെൻഷൻ എന്ന് പറയുന്ന ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നേരത്തെ നമ്മൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ പഠിച്ചു, എം എൽ ടി റൈസ് ടു മൈനസ് 2. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതി. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ നേരത്തെ പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കേതാ, ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ഡിസ്റ്റൻസിന്റെ ഡയമെൻഷനൊക്കെ എന്താണ്? എൽ തന്നെയാണ്. കാരണം എന്താണ്? അതൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, ലെങ്ത് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഒക്കെ ലെങ്ത് ആണ്. സോ അതിന്റെ ഡയമെൻഷനൊക്കെ എല്ലാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എല്ലാം. സോ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഇപ്പൊ ഇതിന്റെ യൂണിറ്റ് വർക്കിന്റെ യൂണിറ്റ് എങ്ങനെ വരിക? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ വരുന്നത്? മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്ററിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ രണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ചിലത് ഇങ്ങനെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ 5 ന്യൂട്ടൺ മീറ്റർ എന്നാണ് പറയുന്നുണ്ടാവുക. അപ്പൊ അതിനർത്ഥം 5 ജൂൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാലും ജൂൾ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്താണ് എനർജിയുടെ ഡയമെൻഷൻ. 5 ഡയമെൻഷൻ നമുക്കറിയാം, എം സി സ്ക്വയർ ആണ് ഫോർമുല. ഈ ഫോർമുല മാത്രമല്ല എനർജി, പല കൈനറ്റിക് എനർജി കാണാൻ വേറെ ഫോർമുല, പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേറെ ഫോർമുല, അങ്ങനെ ഒരുപാട് ഫോർമുല. അപ്പോൾ കോമൺ ആയി ഞാനിപ്പോൾ ഒരു എനർജിയുടെ ഫോർമുല ആയിട്ടുള്ള എം സി സ്ക്വയർ എടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എം സി സ്ക്വയറിൽ എം ഇൻറ്റു സി സ്ക്വയർ എന്നതാണ്. ഓക്കെ, അപ്പോൾ എമ്മിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് കാണാം. എമ്മിന്റെ ഡയമെൻഷൻ എന്താ വരിക? ക്യാപിറ്റൽ സി സ്ക്വയർ ആണ്. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി ആയാൽ മതി. ലൈറ്റിന്റെ വെലോസിറ്റി ആയാലും അത് എന്തിന്റെ വെലോസിറ്റി ആയാലും വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു മൈനസ് 1. സോ എം ഇൻറ്റു എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ നമുക്കറിയാം എ റൈസ് ടു എക്സ് ദ ഹോൾ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് എം എന്ന് വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ എന്ന് പറയും. സോ ഇവിടെ എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 എന്ന് വരും. സോ എനർജിയുടെ ഡയമെൻഷൻ തന്നെ വരിക എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വർക്കിന്റെ ഡയമെൻഷൻ എനർജി ഡയമെൻഷൻ എന്താ വരിക? സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്താണ് പവർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഫോർമുല തന്നെ കാണാപ്പുറം പഠിക്കുക. പവറിന്റെ ഫോർമുല വർക്ക് ബൈ ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്കിന്റെ ഫോർമുല. അതൊന്നും ഇപ്പൊ നിങ്ങൾ കാണാപ്പുറം പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, കാണാപ്പുറം പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതൊക്കെ എന്തായാലും കാണാപ്പുറം പഠിക്കേണ്ടി വരും. കാരണം ഇനി വരുന്ന ചാപ്റ്ററിൽ ഇതിന്റെ യൂസേജ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചു ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
വർക്ക് എന്ന് പറഞ്ഞാൽ പവർ എന്ന് പറഞ്ഞതാ, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷൻ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് ml² t⁻² ഡിവൈഡഡ് ബൈ ടൈം. ടൈമിന്റെ ഡയമെൻഷൻ എന്താ വരുന്നത് ടി ആണ്. സോ ഈ ടി മോളിലേക്ക് പോകുമ്പോൾ എന്താവും ml² t⁻³ ആവും. ഓക്കെ, ml² t⁻, വർക്കിന്റെ ഡയമെൻഷൻ ml² t⁻² ആണ്, ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. ടി മോളിൽ പോകുമ്പോൾ ml² t⁻³ ആവും. ഓക്കെ, അപ്പോൾ വർക്കിന്റെ യൂണിറ്റ് എന്താ വരുന്നത്, പവറിന്റെ യൂണിറ്റ് എന്താ വരുന്നത്, പവറിന്റെ ഡയമെൻഷൻ ആണോ ml² t⁻³. ഓക്കെ, അപ്പോൾ പവറിന്റെ യൂണിറ്റ് എന്താ വരുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് നമ്മൾ വാട്ട് എന്നും പറയാറ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് എന്ത് വാട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് വാട്ട് ഒരു പവറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് ഡയമെൻഷൻ മുന്നേ നമ്മൾ പഠിച്ചു ml t⁻² ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്താ വരുന്നത് L² ആണ്. സോ ആ L കട്ട് ചെയ്താണ് ml-1 t⁻² എന്നുള്ളതാണ് എന്ത് പ്രഷറിന്റെ. ഓക്കെ, പ്രഷറിന്റെ ഇതെന്താ വരുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അതിന്റെ യൂണിറ്റ് എന്താ വരുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ², ന്യൂട്ടൺ പെർ മീറ്റർ². ഇതിനെ തന്നെയാണ് നമ്മൾ എന്തും പറഞ്ഞാലോ പാസ്കൽ എന്നൊക്കെ പറയും. ഇതേ യൂണിറ്റ് തന്നെയാണ് നമ്മൾ പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂട്ടൺ പെർ മീറ്റർ² തന്നെയാണ് എന്ത് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ പാസ്കൽ ഒരാളെ പേരാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഫോർമുലയിൽ എം ഉണ്ട്, എൽ ഉണ്ട്, ടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ വർക്കിന്റെ ഡയമെൻഷനിൽ. എന്നാൽ നമ്മുടെ ഏരിയ ഡയമെൻഷനിൽ എൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, വോളിയത്തിന്റെ ഡയമെൻഷനിൽ എൽ മാത്രമേ ഉള്ളൂ, മാസിന്റെ ഡയമെൻഷനിൽ ടി ഇല്ല. അപ്പോ ഇതെന്താ അങ്ങനെ വന്നേക്കുന്നത്, അതായത് നമുക്ക് ഈ വോളിയത്തിന്റെ ഡയമെൻഷൻ L³ എന്നാണല്ലോ, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം m⁻⁴ L³ t⁻⁴ എന്ന് എഴുതാം. അതായത് എം എന്ന് പറയാം, നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഈ ഒരു ഈ 3 ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്താണ് m, l, t. ഇത് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ്. സോ നമുക്ക് ഈ വോളിയത്തിന്റെ ഡയമെൻഷൻ L³ എന്നുള്ളതാണ്. അപ്പൊ അതിൽ എം ഇല്ല എന്ന് കാണിക്കാൻ L³ അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ L³ എന്ന് എഴുതുന്നതിന് തുല്യം തന്നെയാണ് എന്ത് ഈ m⁻⁴ എന്താണ് L³ t⁻⁴ എന്ന് എഴുതുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം എന്താ, വോളിയത്തിന്റെ ഡയമെൻഷൻ L³ മാത്രമേ ഉള്ളൂ, എം ഇല്ല, അപ്പൊ m⁻⁴ എന്ന് കൊടുത്തു. അതിൽ ടി ഇല്ല, t⁻⁴ എന്ന് കൊടുത്തു. ഇതേപോലെ തന്നെയാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml-3 എന്നുള്ളതാണ്. സോ നമ്മൾ ഇതിൽ എന്തുണ്ട്, ഇതിൽ ടി ഇല്ല, നമ്മൾ t⁻⁴ എന്ന് കൊടുത്തു. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഇങ്ങനെയാണ് തരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഇതും ഒന്ന് തന്നെയാണ്, ടി ഇല്ല എന്ന് ഉള്ളൂ. അപ്പൊ ഇതിൽ ടി ഇല്ല, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു t⁻⁴ എന്ന് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെയാണ് സ്പീഡ് എന്ന് പറയുന്നത് n⁻⁻1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഈക്വൽ തന്നെയാണെന്ത് നിങ്ങൾ അവിടെ ഇങ്ങനെ എഴുതുന്നത് m⁻⁴ L t⁻⁻1 എന്ന് എഴുതുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അവിടെ ഇതിൽ എം ഇല്ല, അതുകൊണ്ട് നമ്മൾ m⁻⁴ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെലോസിറ്റിയിൽ എഴുതാം, ഇങ്ങനെ m⁻⁴ എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ആക്സിലറേഷൻ നിങ്ങൾക്ക് m⁻⁴ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. ചിലപ്പോ ഇത് ഇങ്ങനെ L² എന്ന് മാത്രം തരും, ചിലപ്പോ എന്ത് ചെയ്യും m⁻⁴. ഇപ്പൊ ഏരിയൻ്റെതാണെങ്കിൽ ഇങ്ങനെയും വരാം m⁻⁴ L² t⁻⁴. അത് കണ്ടാലും എന്ത് തന്നെയാണ്, അത് ഏരിയയുടെ ഡയമെൻഷൻ തന്നെയാണ്. ഓക്കെ,
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെക്കിങ് ഈ ഡയമെൻഷൻസിന്റെ ഉപയോഗം എന്താ, നമുക്ക് ടൂൾ ഉപയോഗിക്കാൻ പഠിച്ചു. ഓക്കെ, ഇപ്പോൾ മനസ്സിലാവാതിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഈ എക്സാമ്പിളൊക്കെ ഒന്നും കൂടി ചെയ്ത് നോക്കുക. സോ അപ്പോൾ നമുക്ക് എന്താവും ക്ലിയർ ആവും. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ എന്തായാലും പഠിക്കണം. ആക്സിലറേഷന്റെ ഡയമെൻഷൻ പഠിക്കണം, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് അതൊക്കെ വേഗം കിട്ടും. ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾ പഠിക്കണം, വർക്കിന്റെ ഡയമെൻഷൻ പഠിക്കണം, എനർജിയുടെ ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ നിർബന്ധമാണ് കേട്ടോ. പെട്ടെന്ന് എന്താണ് വൺ വേർഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ പെട്ടെന്ന് എഴുതി പോവാം, പെട്ടെന്ന് ആൻസർ ചെയ്യാം. നമുക്ക് അടുത്ത് നോക്കാം. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഇതൊക്കെ നമുക്ക് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ ഈ ഇക്വേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂസിങ് ദ ഗിവൺ ഇക്വേഷൻ. പറയാം, ഇപ്പോൾ ഇതിലൊരു ഗ്രാവിറ്റേഷൻ്റെ ഒരു ഫോർമുല എന്ന് എഫ് ഇസ് ഈക്വൽ ടു ജി m1 × m2 ഡിവൈഡഡ് ബൈ r² എന്നാണ്. സോ ഇതിൽ നമുക്ക് എന്താണ് ജിയുടെ ഡയമെൻഷൻ കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ജിയുടെ ടേമില് ജിയുടെ ഇക്വേഷൻ കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഈ എഫ് ഈ r² ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് × r² ഡിവൈഡഡ് ബൈ m1 × m2 എന്ന് വരും. സോ ജിയുടെ ഇക്വേഷനാണ്. ഇനി നമ്മൾ ഓരോരോ ടേമിന്റെ ഡയമെൻഷൻസ് അവിടെ എഴുതി കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഓരോരോ ടേമിന്റെ ഡയമെൻഷൻസ് അവിടെ എഴുതി കൊടുക്കുക. എഫിന്റെ ഡയമെൻഷൻ എന്താണ്, ml t⁻². r², r എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയസ് ലെങ്ത് ആണ്. അപ്പൊ l സ്ക്വയർ ഡിവൈഡ് ബൈ m1, m എന്ന് മാസമാണ്, m × m² ആണ്. സോ നമുക്കത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, m−1 l³ t⁻² എന്നുള്ളതാണ് കിട്ടുന്നത്. ഓക്കെ, ഈ എമ്മും ഈ എമ്മും കട്ട് ചെയ്ത് കളയുമ്പോൾ 1/m മുകളിൽ പോകുമ്പോഴാണ് m−1 എന്ന് പറഞ്ഞത്, m⁻⁻1 എന്ന് പറയുന്നത്. സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഇതാണ്. ഇത് നീറ്റിനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. നീറ്റിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. കാരണം വൺവേർഡായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചു. ഇനി ഇതിന്റെ യൂസ് എന്താണ്? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ജിയുടെ ഡയമെൻഷൻസ് കണ്ടെത്താൻ പറ്റും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടോ നമുക്ക് നോക്കാം. ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ a = b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം. അതായത് a = b എന്ന് ഞാൻ പറയണമെങ്കിൽ അവിടെ ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് ബിയും നിർബന്ധമായിട്ട് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതിനൊരു കോംപ്രമൈസ് ഇല്ല. ഞാൻ ഒരു a = b എന്ന് പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് ബിയും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിലൊരു പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻ എന്നുള്ളതാണ്. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ അതിൻ്റെ LHL-ഉം RHL-ന്റെ ഡയമെൻഷൻ ഈക്വൽ ആയി. LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്, LHL ലിമിറ്റ് ആയി പോയില്ലേ, ലെഫ്റ്റ് ഹാൻഡ് LHS-ഉം RHS-ഉം. ഓക്കെ, LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുള്ളതാണ്. അതിന്റെ ലെഫ്റ്റിലുള്ള സൈഡിലുള്ള കാര്യത്തിന്റെ ഡയമെൻഷൻസും റൈറ്റിലുള്ള സൈഡിലുള്ള കാര്യത്തിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ഞാൻ പറഞ്ഞപ്പോൾ x = y എന്നുള്ളൊരു ഇക്വേഷൻ തരികയാണെങ്കിൽ അതിലെ എക്സിന്റെ ഡയമെൻഷനും വൈയുടെ ഡയമെൻഷനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ആവണമെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. രണ്ട് സൈഡ് ഇക്വേഷൻസിന്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം, ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ബോത്ത് സൈഡ്സ് ഓഫ് ദ equation must be same. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, നമ്പർ, അതിനൊന്നും നമ്പർ കിട്ടോ, സോറി അതിനൊന്നും ഡയമെൻഷൻസ് ഇല്ല. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ
സൈൻ എ കോസ് ലോഗരിതമിക് ഫംഗ്ഷൻ ln ലോഗ് ബേസ്ഡ് ആണ്. അതൊക്കെ നിങ്ങൾ വരുമ്പോൾ പഠിക്കും. അതിന് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻ സംതിങ്. ഓക്കെ, അപ്പോൾ അതിന് നമ്പർ 1 2 3 പൈ 0.0000 അങ്ങനത്തെ നമ്പേഴ്സുകൾക്കൊന്നും ഡയമെൻഷൻസ് ഇല്ല. സപ്പോസ് നിങ്ങൾ ഒരു എക്സ് പ്ലസ് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി എടുക്കുക, അതായത് എക്സ് പ്ലസ് വൈ സെഡ് ഈക്വൽ ടു ജെ എന്നുള്ളൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ, അങ്ങനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. അപ്പം ഇത് എഴുതിയത് കറക്റ്റ് ആണോ, ഇത് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ എന്തായിരിക്കണം, ഇവിടെ വേറൊരു ടേം ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് വൈ ഈക്വൽ ആണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. അതായത് എക്സ് പ്ലസ് വൈ സെഡ് ഈസ് ഈക്വൽ ടു ജെ എന്നതാണ്. രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിൽ പ്ലസ് ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ എക്സ് പ്ലസ് വൈ സെഡ് എന്ന് ചെയ്യണമെങ്കിൽ, ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഇതിൽ എക്സിന്റെ ഡയമെൻഷൻ വൈ സെഡിന്റെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കണം. ഇത് പിന്നീട് എന്തിനോടും ഈക്വൽ ആയിരിക്കണം, ജെനോടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. എക്സിന്റെ ഡയമെൻഷൻ വൈൻ്റെ സെഡിന്റെ ഡയമെൻഷനോട് ഈക്വൽ. അതായത് രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ ഇവർ രണ്ടാളുടെ ഡയമെൻഷൻ എന്താവും, പരസ്പരം എന്താവും, ഈക്വൽ ആവണം. രണ്ട് ക്വാണ്ടിറ്റികൾ തമ്മിൽ ഇങ്ങനെ പ്ലസ് ചെയ്യണമെങ്കിൽ ഇവർ രണ്ടാളുടെ ഡയമെൻഷൻ പരസ്പരം ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ മുന്നേ ഫോർമുല പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റിയുടെ ഫോർമുല വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളതാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഫോർമുലയിൽ വിയുടെ ഡയമെൻഷനും യുടെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനൊക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഫോർമുല നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വിയുടെ ഡയമെൻഷനും യുടെ ഡയമെൻഷനും എ ടിയുടെ ഡയമെൻഷനും സെയിം ആയി. അതായത് ഇങ്ങനെ പ്ലസ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിന് മാത്തമാറ്റിക്കൽ പ്രൂഫ് വേണമെങ്കിൽ അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞ തെറ്റാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞ തെറ്റൊന്നല്ല, അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് വി എന്ന് പറഞ്ഞെന്താ, വെലോസിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്നല്ലേ. വി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. അപ്പൊ വിയുടെ ഡയമെൻഷൻ എന്താ വരുന്നത്, LT⁻⁻1 എന്നുള്ളതാണ് വിയുടെ ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെ പ്ലസ് ചെയ്യുന്ന ആളുടെ ഡയമെൻഷൻസ് എങ്ങനെ ഈക്വൽ ആവുക, കൺഫ്യൂഷൻ ഉണ്ടാവും. സോ വിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ഓക്കെ, ഇനി യുടെ ഡയമെൻഷൻ എന്താ വരുന്നത്, LT⁻⁻1 പ്ലസ് AD. ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ വരിക, LT⁻⁻2 ഇൻറ്റു ടി. ടൈമിന്റെ ഡയമെൻഷൻ ടി. സോ LT⁻⁻2 ഇൻറ്റു ടി, LT⁻⁻1 ആണ്. ഓക്കെ, LT⁻⁻1 ആണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് എഴുതിയതാണ് കേട്ടോ. അതായത് ആക്സിലറേഷൻ ഡയമെൻഷൻ LT⁻⁻2 ഇൻറ്റു ടി, അപ്പോൾ LT⁻⁻1 ആണ് എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഓക്കെ, LT⁻⁻1 പ്ലസ് LT⁻⁻1 എന്ന് വരുന്നത് 2 ടൈംസ് അല്ലേ, എക്സ് പ്ലസ് എക്സ് എന്താ വരിക, 2x അല്ലേ വരിക. സോ LT⁻⁻1. ഓക്കെ, ഇനി ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എന്ത്, നമ്പറിന് ഡയമെൻഷൻസ് ഇല്ല. ഇപ്പൊ 2 എന്ന് പറഞ്ഞ നമ്പറിന് ഡയമെൻഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു ഡയമെൻഷൻ വൈസ് നമുക്ക് എങ്ങനെ എഴുതാം, LT⁻⁻1 എഴുതാം. വേണ്ടോ, അപ്പൊ ഇതെന്തായി, ഈക്വലായി. ഇവിടെ LT⁻⁻1 കിട്ടി, ഇവിടെ LT⁻⁻1 കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സംഭവം നമ്മൾ ഇങ്ങനെ പ്ലസ് ചെയ്തിരിക്കണമെങ്കിൽ ബിയുടെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും യുടെ ഡയമെൻഷനും ഒക്കെ പരസ്പരം ഈക്വൽ ആണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്പറാണ് വരുന്നത്, നമ്പർ ഡയമെൻഷൻ ഇല്ല. സോ ഇവിടുത്തെ ഡയമെൻഷൻ എന്താ വരിക, ഈക്വൽ ആണ് വരിക. സപ്പോസ് നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് S = UT + ½ AT² ആണ്. ഇവിടെ എസിന്റെ ഇത് കറക്റ്റ് ആവണമെങ്കിൽ എസിന്റെ ഡയമെൻഷനും
യു ടിയുടെ ഡയമെൻഷനും എ ടി സ്ക്വയർ ഡയമെൻഷൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കണം. അപ്പൊ എസിന്റെ ഡയമെൻഷൻസ് എന്താ വരിക? എൽ ആണ്. യു ടിയുടെ ഡയമെൻഷൻ എന്താ വരിക? എൽ ടി റേസ് ടു -1 ആണ്. സോറി എൽ ടി റേസ് -1 ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ടി ആണ് വരുന്നത്. എൽ ടി റേസ് -1 ഇൻറ്റു ടി അല്ലല്ലോ, എൽ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ എൽ ടി റേസ് -1 ഇൻറ്റു ടി എൽ ആണ്. യു ടി ഡയമെൻഷൻ എൽ ആണ്, ഹാഫ് എ ടി സ്ക്വയർ ഡയമെൻഷൻ എൽ ആണ്. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആയി. ഇതിന് നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ തരാം. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കണം. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എല്ലാം ഓക്കെ ഈക്വൽ ടു യു ടിയുടെ ഡയമെൻഷൻ എന്താ വരുന്നത്? യു ടി ഡയമെൻഷൻ എന്താ ഇവിടെ യു ടിയുടെ ഡയമെൻഷൻസ് ഉണ്ട്. യു ടി ഡയമെൻഷൻ എന്താ വരുന്നത്? എല്ലാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഡയമെൻഷൻ എല്ലാണ് പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ ഡയമെൻഷൻ എന്താ വരിക? ഹാഫ് എ ടി സ്ക്വയർ ആണ്. എ ടി സ്ക്വയർ ഡയമെൻഷൻ എന്താ വരിക? എല്ലാം. ഓക്കെ, എല്ലോ. ഓക്കെ, ഓക്കെ, ഇനി എൽ പ്ലസ് ഹാഫ് എൽ എന്താ വരുന്നത്? 3/2 അല്ലേ വരിക? 3/2 എല്ലാം വരും. ഓക്കെ, നമ്പറിന് ഡയമെൻഷൻസ് ഇല്ല. സോ ഇതെന്താണ്? എല്ലിനോട് തന്നെ ഈക്വൽ ആണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയി. ഇവിടെ എല്ലാവരും കിട്ടിയത്, ഇവിടെ എല്ലാവരും കിട്ടിയത്. സോ അതാണ് പറഞ്ഞത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞത് കറക്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് വളരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ സംഭവങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്ലസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻസിൽ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പ്ലസ് ചെയ്തിക്കണമെങ്കിൽ എസിന്റെ ഡയമെൻഷനും യു ടിയുടെ ഡയമെൻഷനും ഹാഫ് എ ടി സ്ക്വയർ ഡയമെൻഷൻസ് ഒക്കെ എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം തരികയാണെങ്കിൽ എ പ്ലസ് ബി വി ഈസ് ഈക്വൽ ടു സി എന്ന് തരികയാണെങ്കിൽ ഇവിടെ ഡയമെൻഷൻസ് ഓഫ് എയും ഡയമെൻഷൻസ് ഓഫ് ബി വിയും ഡയമെൻഷൻസ് ഓഫ് സിയും എന്താണ്? ഈക്വൽ ആണ്. ഡയമെൻഷൻസ് ഓഫ് എയും ഡയമെൻഷൻസ് ഓഫ് ബി വിയും ആൻഡ് ഡയമെൻഷൻസ് ഓഫ് സിയും എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാം, ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കാം, ഒരു ഇക്വേഷൻ ഞാൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു കുട്ടി ഹാഫ് എം ബി ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് എഴുതിയാണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അതോ തെറ്റാണോ എന്നുള്ളതാണ്. അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ? ഈ കുട്ടി എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ അതിന്റെ ഈ സൈഡിലുള്ളതിന്റെ ഡയമെൻഷൻ ഈ സൈഡിലുള്ള ഡയമെൻഷനുമായിട്ട് എന്തായിരിക്കണം? മാച്ച് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മള് ഹാഫ് എം ബിയുടെ ഡയമെൻഷൻ നമ്പർ ഡയമെൻഷൻ ഇല്ല, ഒഴിവാക്കി. മാസിന് ഡയമെൻഷൻ ഉണ്ട് എം, വെലോസിറ്റി ഡയമെൻഷൻ ഉണ്ട് എൽ ടി റൈസ് -1. സോ എം എൽ ടി റൈസ് -1 ആണ് ഹാഫ് എം ബിയുടെ ഡയമെൻഷൻ. അതാണ് എം സി സ്ക്വയർ. എം സി സ്ക്വയറിന് ഇത് സ്മോൾ ലെറ്റർ എം ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ എം ആണ്. അപ്പൊ എം സി സ്ക്വയർ മാസ് ഇൻറ്റു സ്പീഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എം എന്ന് പറയുന്ന സംഭവം എന്താണ്? എമ്മിന്റെ മാസിന്റെ ഡയമെൻഷൻ എം ആണ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താ വരാം? എൽ ടി റൈസ് -1. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എം സി സ്ക്വയർ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്നുള്ളതാണ്. സോ ഇതിന് ഹാഫ് എം യുടെ ഡയമെൻഷൻ എം എൽ ടി റൈസ് -1 ആണ്. ഇതിന്റെ ഡയമെൻഷനോ എം എൽ സ്ക്വയർ ടി റൈസ് -1. സോ ഇത് ലെഫ്റ്റ് ഈ സൈഡിലുള്ളതിന്റെ ഡയമെൻഷൻ ഈ സൈഡിലുള്ളതിന്റെ ഡയമെൻഷൻ മാച്ച് ആവുണ്ടോ? ഇല്ല. സോ ഇതെന്താണ്? ഈ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്? ഫാൾസ് ആണ്. ഇക്വേഷൻ തെറ്റാണ് എന്നുള്ളത്. ഇക്വേഷൻ തെറ്റാണ്. ഓക്കെ, ഇനി അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ ഡയമെൻഷനും കറക്റ്റ് ആണെന്ന് കരുതി ആ ഇക്വേഷൻ എപ്പോഴും എന്താവണമെന്നില്ല? ശരിയാവണമെന്നില്ല കേട്ടോ. ആ ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ നമ്മൾ ഇത്ര പഠിച്ചാൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ അതായത് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിന്റെ ഡയമെൻഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷൻ എന്തായിരിക്കണം?
ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസിന്റെ ഡീമെറിറ്റ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആഡ് ചെയ്യാം. എപ്പോഴും ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതി അത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇനി സപ്പോസ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ് വരുന്നത് വിചാരിക്കാം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണ് വരുന്നത് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. ഞാൻ പറ്റും ഒരു ക്വാണ്ടിറ്റി ഒരു ഇക്വേഷനിൽ പ്ലസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാൽ എ പ്ലസ് ബി എന്ന് കണ്ടാൽ അതിന്റെ അവിടെ എന്താണ് എയും ബിന്റെ ഡയമെൻഷൻസ് എന്താ വരിക? ഈക്വൽ ആണ് വരിക. ഓക്കെ, ഞാൻ അടുത്തത് സി പ്ലസ് ഡി ആണ്. സിയുടെയും ഡിയുടെയും ഡയമെൻഷൻസ് എന്താ വരിക? അത് ഈക്വൽ ആണ്. രണ്ട് ക്വാണ്ടിറ്റി ഏതൊരു ഇക്വേഷനിലും ഇങ്ങനെ പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻസ് ഈക്വൽ ആണ്. ഇനി പി ക്യൂവിന്റെ ഡയമെൻഷൻസ് എന്തിനോട് ഈക്വൽ ആണ്? എ പ്ലസ് പിയുടെ ഡയമെൻഷനോടും സി പ്ലസ് ഡിയുടെ ഡയമെൻഷൻസിനോടും എന്താണ്? ഈക്വൽ ആണ്. ചിലപ്പോൾ ഇവിടെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഇങ്ങനെ ചോദിച്ചാലും ശരി തന്നെ കേട്ടോ. പി ക്യൂയുടെ ഡയമെൻഷൻ എന്തിനോടും അതായത് എയുടെ ഡയമെൻഷൻസ് പി ക്യൂയുടെ ഡയമെൻഷൻ ഈക്വൽ ടു എയുടെ ഡയമെൻഷൻ ആണ്. ഇതും ശരിയല്ലേ? കാരണം എ പ്ലസ് ബിയുടെ ഡയമെൻഷൻസ് എന്തിന്റെ ഡയമെൻഷൻസിനോട് ഈക്വൽ ആണ്? എ പ്ലസ് ബിയുടെ ഡയമെൻഷൻ. ഇപ്പൊ എയുടെ ഡയമെൻഷൻ നിങ്ങൾ എല്ലാണെന്ന് വിചാരിക്കാം, ബിയുടെ ഡയമെൻഷൻ എല്ലാണെന്ന് വിചാരിക്കാം. സോ എ പ്ലസ് ബി ഡയമെൻഷൻ 2n, ടൂക്ക് ഡയമെൻഷൻസ് ഇല്ല. സോ എൽ തന്നെയാണ് വരിക. ഓക്കെ, സോ എയുടെ ഡയമെൻഷൻസും ബിയുടെ ഡയമെൻഷൻസും ഇത് എന്തിനോടും ഈക്വൽ ആണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെയും എഴുതാം. ഇത് എ പ്ലസ് ബിയുടെ ഡയമെൻഷൻസിനോട് ഈക്വൽ ആണ്. കാരണം 2 ടൈംസ് ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ എയുടെ ഡയമെൻഷൻ എല്ലാണെന്ന് വിചാരിക്കുക, ബിയുടെ ഡയമെൻഷൻസ് എല്ലാണ്. എ പ്ലസ് ബിയുടെ ഡയമെൻഷൻ എന്താ? എയുടെ ഡയമെൻഷൻ എല്ലാണ്. എൽ പ്ലസ് ബിയുടെ ഡയമെൻഷൻ എല്ലാണ്. ഇപ്പൊ എൽ പ്ലസ് എൽ എന്താ വരിക? 2l. ടൂക്ക് ഡയമെൻഷൻസ് ഇല്ല. സോ അത് എല്ലിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ തന്നാലും ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ തന്നാലും ഇത് കറക്റ്റ് ആണ്. ഈക്വൽ ടു അല്ല, അവിടെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. അവിടെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. സോറി അവിടെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത് നിർബന്ധമായിട്ടും എന്തായാലും മിക്കവാറും കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് പി എന്നാണ്. ഇത് വാൻഡർവാൾസ് ഫോഴ്സിന്റെ എന്തോ ഇക്വേഷൻസ് ആണ് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ കേട്ടിട്ടുണ്ട്. വാൻഡർവാൾസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് തോന്നുന്നു കേട്ടോ. അതന്നെയാണ്. സോ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് പി സിക്കൽ എൻ ആട്ടിന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് എയുടെ ഡയമെൻഷൻസും അതുപോലെ തന്നെ ബിയുടെ ഡയമെൻഷൻസും നമ്മൾ എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ എയുടെ ഡയമെൻഷൻ നമ്മൾ കാണണം, അതുപോലെ തന്നെ ബിയുടെ ഡയമെൻഷൻ നമുക്ക് കാണണം. ഞാൻ പറഞ്ഞില്ല, രണ്ട് ക്വാണ്ടിറ്റി കൂടെ പ്ലസ് ചെയ്തിരിക്കണമെങ്കിൽ പിയുടെ ഡയമെൻഷൻസും എ ബൈ വി സ്ക്വയർ ഡയമെൻഷൻ എന്താ വരുന്നത്? സെയിം ആണ് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് പി സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറന്നു. ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. ഓക്കെ, ഇത് എയുടെ ഫോർമുല കാണാം. എയുടെ ഫോർമുല എന്താ വരിക? പി വി സ്ക്വയർ. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. പ്രഷറിന്റെ ഇത് ഞാൻ മുന്നേ കണ്ടെത്തിയില്ല. പ്രഷർ ഫോർമുല നമ്മൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ എന്താണ്? ഫോഴ്സിന്റെ എന്താ വരുന്നത്? ഫോഴ്സിൻ്റെത് ml സ്ക്വയർ, സോറി ml t റൈസ് ടു ഫോഴ്സിൻ്റെത് ml t റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയ l സ്ക്വയർ. സോ ml -1 t റൈസ് ടു -2. ഓക്കെ, അതാണ് എന്ത്? പ്രഷറിന്റെ ഡയമെൻഷൻ. ഇനി വോളിയത്തിന്റെ സ്ക്വയർ ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻസ് എന്താ വരുന്നത്? ഇത് വോളിയം ആണോ വെലോസിറ്റി ആണോ? ഇത് വോളിയം തന്നെയാണ് തോന്നുന്നു. ക്വസ്റ്റ്യൻ എന്തോ ഒരു മിസ്റ്റേക്ക്. ഒരു മിനിറ്റ്. വോളിയം തന്നെയാണ്. സോ
L cube which is raised to square എന്നുള്ള. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? നമുക്കിതിനെ L raised 6 L raised minus 1 into L raised 6 എന്താ വരുന്നത്? L raised to 5 into T raised to minus 2 എന്നുള്ളതാണ്. സോ ഇതിൽ 7 ഡയമെൻഷൻസ് കിട്ടി. ഈ വി ഞാൻ പറഞ്ഞേ ഇത് വി പി ആണ്. വി മൂല്യം തന്നെയാണ്. സോ പ്ലസ് ചെയ്യേ മൈനസ് ചെയ്യേ രണ്ടും അത് തന്നെ കേട്ടോ. പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും അവർ തമ്മിലുള്ള ഡയമെൻഷൻസ് എന്താണ്? ഈക്വലാണ്. നേരത്തെ പ്ലസ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും പ്ലസിനുള്ള അതേ പ്രോപ്പർട്ടി പോലെ തന്നെയാണ് മൈനസിനുള്ളത് കേട്ടോ. സോ അവരുടെ ഡയമെൻഷൻസ് എന്താണ്? ഈക്വലാണ്. സോ ബിയുടെ ഡയമെൻഷൻസ് ഈക്വലാണ്. ബിയുടെ ഡയമെൻഷൻ L ക്യൂബ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി ഇത് ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കണ്ടെത്താനുണ്ട്. ഓക്കെ, ഈ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഒരുപാട് ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. സോ അതുവരേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ളത്. ആ ഡയമെൻഷൻസിൻ്റെ ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay, dimension definition then. The dimension of the physical quantity powers to which the base quantity, fundamental quantity are raised to represent that quantity. അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് മാസ്, ലെങ്ത്, ടൈം. അത് വരുന്ന ഏഴെണ്ണം. നമ്മളത് പ്രധാനമായിട്ടും മാസ്, ലെങ്ത്, ടൈം എടുക്കുന്നുള്ളൂ. അവരുടെ പവറിൽ പവേഴ്സിൽ റൈസ് ചെയ്ത് എഴുതുന്ന മറ്റുള്ള ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ സ്പീഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, LT raised to minus 2 എന്ന് റെപ്രസെന്റ് ചെയ്ത് അതാണ് ഡയമെൻഷൻ ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മളിതിൻ്റെ പാർട്ട് 3 നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.